ആലോചിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം മാത്രമല്ല നോക്കേണ്ടത്, അവിടെ തറവാട് മാത്രമല്ല, സമ്പത്തല്ല. നിങ്ങൾ നോക്കേണ്ടത് ഇതൊക്കെ ഉണ്ടെങ്കിലും അവളുടെ കൂടെ ദീനുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഹബീബ് പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ തരിബത് യദാക്. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തയക്കപ്പെടുന്നതിന് 4 കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന് ലിമാലിഹ, ആ പെൺകുട്ടിക്കുള്ള സമ്പത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് കൊടുത്തയക്കാറുണ്ട്, ഒരു പെണ്ണിനെ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. വലിഹസബിഹ, അവളുടെ കുലമഹിമ, അവളുടെ തറവാട്, അവളുടെ മഹത്വം, അവരുടെ കുടുംബത്തിന്റെ ബഹുമതി, ഇത് നോക്കിയിട്ട് വിവാഹം ചെയ്തയക്കാറുണ്ട്. വലിജമാലിഹ, ഒരു പെണ്ണിന്റെ സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. പിന്നെ പറഞ്ഞു വലിദീനിഹ, അവളുടെ ദീൻ നോക്കിയിട്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. തങ്ങൾ പറഞ്ഞു ഇതൊക്കെ നടക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുള്ള ഒരു പെണ്ണിനെയാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് എന്ന് പുരുഷന്മാരോട് പുണ്യനബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? ആ യോജിച്ചു പോകുന്ന ഭാര്യയും ഭർത്താവും അവരിൽ ദീനുണ്ടാകുമ്പോൾ ആ കുടുംബത്തിന് വെളിച്ചം കൂടുതലുണ്ടാകും. അവരിൽ ജനിക്കുന്ന മക്കൾ, ആ കുടുംബം, അവരുടെ ബന്ധുക്കൾ, അവരുടെ പരിസരം, അവരിടപെടുന്നിടം എല്ലാം സുഗന്ധമാണ്. അവിടങ്ങളിൽ റഹ്മത്തുണ്ടാകും, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകും, പടച്ചവന്റെ ബറക്കത്തുണ്ടാകും. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ഇണകളെ തെരഞ്ഞെടുക്കുമ്പോ ദീനിയായ സംസ്കാരമുള്ള ആളുകളെ തെരഞ്ഞെടുക്കണം എന്ന് പറയാൻ കാരണം അതൊരു സൗഹൃദമാണ്. അതൊരു ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സൗഹൃദമാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. ആ സൗഹൃദവും ഈമാനിലും ഇസ്ലാമിലും നിലകൊള്ളുന്നതാവണം എന്നാണ് പുണ്യനബി തങ്ങൾ പറയുന്നത്. നമുക്കറിയുമോ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ അഗ്ലൽ മുഹൂരി ഫിൽ ഇസ്ലാം, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള മഹർ വാങ്ങിച്ച മോളാണ് അവര്. ഏറ്റവും വിലപിടിപ്പുള്ള മഹർ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു പെൺകുട്ടിക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മഹദിയായ ഉമ്മു സുലൈം എന്ന് പറയുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മക്കാണ് അത് ലഭിച്ചത്. അബൂ തുൽഹത്തുൽ അൻസ്വാരി എന്നവര് ആ മഹദിയെ വിവാഹം ചെയ്തപ്പോ അനസ് എന്നവരുടെ വാപ്പ വഫാത്തായതിനു ശേഷം മഹദി റളിയല്ലാഹു അൻഹു വേറൊരു വിവാഹം ചെയ്യുകയാണ്. ആ വിവാഹത്തിന് പ്രപ്പോസലുമായി വന്നത് അൻസ്വാരിയായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവാണ്. അബൂ തുൽഹത്തുൽ അൻസ്വാരി തങ്ങൾ വന്ന് ഉമ്മു സുലൈം ബീവിയോട് വിവാഹാഭ്യർത്ഥന നടത്തുമ്പോ അബൂ തുൽഹ തങ്ങൾ മുസ്ലിമായിരുന്നില്ല. മഹദി പറഞ്ഞു, അബൂ തുൽഹ, ഇന്നല്ലാഹ ഹറമ സിന, മുസ്ലിമല്ലാത്ത ഒരാളെ മുസ്ലിമത്തായി എനിക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. പുണ്യനബി തങ്ങൾ അതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണോ നിങ്ങൾക്ക് ബോധിക്കുന്നത് അന്ന് നിങ്ങൾ വാ, നമുക്ക് വിവാഹം ആലോചിക്കാമെന്ന് പറഞ്ഞു. അബൂ തുൽഹ തങ്ങൾക്ക് ദീൻ ഉണ്ടാവാൻ കാരണമായത് ഈ മഹദിയുടെ ഇടപെടലാണ്. മഹദി ചോദിച്ചു, അബൂ തുൽഹ, നിങ്ങൾ എത്ര വലിയ ബുദ്ധിമാനിയാണ് അബൂ തുൽഹ, നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ആളുകൾ മദീനയിലുണ്ടോ വേറെ? എന്നിട്ട് എന്തേ നിങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നത്? എന്തേ നിങ്ങൾ ദൈവങ്ങളെ, ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നത്? എന്തേ നിങ്ങൾ കല്ലുകളിലും രൂപങ്ങളിലും അതുപോലെ തന്നെ മരകഷ്ണങ്ങളിലും നിങ്ങൾ ദിവ്യത്വം കണ്ടെത്തുന്നത് എന്തേ എന്ന് മഹദി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. മഹദി റളിയല്ലാഹു അൻഹു അബൂ തുൽഹ തങ്ങളോട് ചോദിച്ചു, അബൂ തുൽഹ, നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരാൾ പടച്ചതമ്പുരാനായ അള്ളാഹുവിനെ അറിയാതെ പോകുമോ? കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തവനാണ് അള്ളാഹു. ആ പടച്ചവനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും, കോടാനുകോടി താരസമൂഹങ്ങളെ പടച്ചവനാണ് അള്ളാഹു. നമുക്കറിയുന്ന ദൃശ്യപ്രപഞ്ചവും അദൃശ്യപ്രപഞ്ചവും പടച്ചവനാണ് അള്ളാഹു. ആ റബ്ബിനെ അബൂ തുൽഹ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്ര പ്രയാസമുണ്ടോ? പുണ്യനബി തങ്ങൾ ഇത്രമേൽ മുഅ്ജിസാത്തുകൾ കാണിച്ചു തരുമ്പോ, അമാനുഷികമായ സിദ്ധികൾ കാണിച്ചു തരുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ പ്രവാചകരായി അംഗീകരിക്കുവാൻ എന്താണ് അബൂ തുൽഹ നിങ്ങൾക്ക് പ്രയാസം
നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അബൂ ത്വൽഹ ചിന്തിക്കാൻ തുടങ്ങി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു ദിവസം മഹാൻ പറഞ്ഞു, ഞാനിതാ വിശ്വസിക്കുകയാണ്, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടല്ല, ആരും എന്നെ പ്രേരിപ്പിച്ചതുകൊണ്ടുമല്ല, ആരും എന്നെ നിർബന്ധിച്ചതുകൊണ്ടുമല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹദി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, അബൂ ത്വൽഹ, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്ന പക്ഷം ആ ഇസ്ലാമാണ് എൻ്റെ മഹർ, എനിക്ക് വേറെ ആഭരണങ്ങൾ വേണ്ട. നിങ്ങളുടെ ഇസ്ലാമാണ് എൻ്റെ മഹർ. അത് പുണ്യനബി അംഗീകരിച്ചു. പക്ഷെ നമുക്ക് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മഹർ അഖല്ലു മുതമവ്വിലിൻ, വിലമതിക്കുന്ന ഒരു സാധനമായിരിക്കണം ഒരു പെണ്ണിന് മഹർ കൊടുക്കേണ്ടത്. പക്ഷെ ഹബീബിന്റെ കാലത്ത് പുണ്യനബി തങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ തങ്ങൾ അംഗീകരിച്ച, നമുക്കിപ്പോ ചെയ്യാൻ പാടില്ലാത്ത, എന്നാൽ പുണ്യനബി തങ്ങൾ അംഗീകരിച്ച എത്രയോ ഖാസുകളായ ഹബീബായ നബി തങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില അഹ്കാമുകളുണ്ട്. അതിൽപ്പെട്ടതാണിത്. അവരുടെ ഇസ്ലാം എൻ്റെ മഹറാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മഹാന്മാർ അലിമീങ്ങൾ പറയുന്നത്, അഗ്ലൽ മുഹൂരി ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ the most expensive dowry in the history of Islam, അതാണ് മഹദിയായ ഉമ്മു സുലൈം ബീവിക്ക് മഹറായി കിട്ടിയത്. അബൂ ത്വൽഹ തങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കണം, അബൂ ത്വൽഹ തങ്ങൾ ഉഹദിലുണ്ട്, ഖന്തഖിലുണ്ട്, ഹുനൈനിലുണ്ട്, തബൂക്കിലുണ്ട്, ഹബീബിന്റെ കൂടെ ഹജ്ജ് ചെയ്തു. ഇതിന്റെയൊക്കെ കൂലി ആർക്ക് കിട്ടി? അബൂ ത്വൽഹ തങ്ങൾക്ക് ലഭിക്കുന്ന പോലെ ആ മഹാന നന്മയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന മഹദിയായ ഉമ്മു സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹക്കും അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകിയില്ലയോ? എത്ര വലിയ ഭാഗ്യവതിയാണ്. നോക്കണേ, ആ നന്മയെല്ലാം തന്റെ ഭർത്താവിന് കിട്ടാൻ കാരണക്കാരിയായ മോളാണ്, ഭാര്യയാണ് ഉമ്മു സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ. സ്വഹാബികളിൽ അബൂദർദാ തങ്ങളെ കേട്ടിട്ടുണ്ടോ? അബൂദർദാ റളിയല്ലാഹു അൻഹു ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത റാവിയാണ്. അവസാന കാലഘട്ടം ഷാമിലായിരുന്നു. ഷാമിലാണ് മഹാനവറുകൾ അവസാന കാലഘട്ടം ചെലവഴിച്ചത്. അവിടെയാണ് വഫാത്തായത്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹു, മഹദി റളിയല്ലാഹു അൻഹ, ഇദാ ഖസാ ഖുലൂബു അഹ്ലി ശാം, ഷാമുകാരായ സിറിയക്കാരായ ആളുകളുടെ മനസ്സിന് ഒരു കാഠിന്യം തോന്നിയാൽ, അവർക്ക് ഇബാദത്തിന് ഒരു ഉന്മേഷക്കുറവ് തോന്നുകയാണെങ്കിൽ, മഹദിയായ ഉമ്മു ദർദാ ബീവിയെ കാണാൻ അവർ ചെല്ലുമായിരുന്നു. ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് താബിഈങ്ങളോട് മഹദി റളിയല്ലാഹു അൻഹ തർബിയത്തിന്റെ തസ്കിയത്തിന്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുക്കും. അവിടുത്തെ താബിഈയത്തുകളായ മഹദിമാർ ഉമ്മു ദർദാ ബീവിയെ നേരിട്ട് ചെന്ന് കണ്ട് സംസാരിക്കും. മഹദി റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾക്ക്, അവരുടെ മനസ്സുകൾക്ക് സമാധാനം നൽകാൻ കഴിയുമായിരുന്നു. അവരുടെ മനസ്സുകൾക്ക് ഈമാനിന്റെ വെളിച്ചം നൽകാൻ കഴിയുമായിരുന്നു. എവിടുന്നാണ് ഉമ്മു ദർദാ ബീവിക്ക് ഇത് കിട്ടിയത് എന്നറിയുമോ? അവരുടെ ഭർത്താവായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും നന്നാവണം എന്ന് പറയാൻ കാരണം. അവരും ആ സൗഹൃദവും ഈമാനിൽ ഊട്ടപ്പെട്ട സൗഹൃദമായിരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹ വിവാഹാലോചന നടത്തുമ്പോ ലാ തുഫവ്വിതീന ബിനഫ്സികി, പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ബിൻതു ഖൈസ്, നബി തങ്ങളുടെ മോളല്ല ഇത്, ഖൈസ് എന്നവരുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അങ്ങയുടെ ഇദ്ദ കഴിഞ്ഞാൽ, അവരുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അടുത്ത ഒരു പുനർവിവാഹം ഫാത്തിമ നിങ്ങൾ നടത്തുകയാണെങ്കിൽ, ഫാത്തിമ ബിൻതു ഖൈസ് മഹദി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിങ്ങളുടെ ഇദ്ദ കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് അറിയിക്കണമേ. ഇദ്ദ കഴിഞ്ഞു. 4 മാസവും 10 ദിവസവും ഇദ്ദ കഴിഞ്ഞിട്ട് മഹദി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ അരികത്ത് വന്നു, നബിയേ, ഞാൻ ആരെയാണ് വിവാഹം ചെയ്യേണ്ടത്? പുണ്യ നബി തങ്ങൾ ഒരു ഭർത്താവിനെ തെരഞ്ഞെടുത്തു കൊടുക്കുമ്പോ ഏറ്റവും നല്ല ദീനി ചിട്ടയുള്ള ആളുകളെ ഹബീബായ നബി തങ്ങൾ തെരഞ്ഞെടുത്തു കൊടുക്കും. ഫാത്തിമ ബിൻതു ഖൈസ് എന്നവർ പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു, ഹൽ അർറള അഹദുൻ, ആരെങ്കിലും അങ്ങയോട്, ഫാത്തിമ ബിൻതു ഖൈസ് അങ്ങയോട് വിവാഹ ആലോചന നടത്തിയോ? ആരെങ്കിലും വിവാഹത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചുവോ?
അറള എന്ന് പറയുമ്പോൾ തഅരീദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടെങ്കിലും മെല്ലെ വിവാഹാലോചനയുമായി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. 2 പേര് വന്നിട്ടുണ്ട്. ഒന്ന് മുആവിയ, മറ്റൊന്ന് അബൂൽ ജഹം. ഈ 2 പേരും എൻ്റെ അരികത്ത് വന്നു റളിയല്ലാഹു അൻഹുമാ, നബിയെ ഞാൻ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത്? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മുആവിയ സ്വഅലൂകുൻ, ഇദ്ദേഹം വളരെ വലിയ മിസ്കീനാണ്, ഫഖീറ, കയ്യില് ലാ യംലികു ഷൈഅ, ജീവിക്കാനൊന്നും വകയില്ല. പിന്നെ നിങ്ങളും കൂടെ ആകുമ്പോ എങ്ങനെ നിങ്ങളെ പോറ്റാനാണ്? അതുകൊണ്ട് ഫാത്തിമ മുആവിയ വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ വിവാഹം ചെയ്തയക്കുമ്പോ മക്കൾ കയറി ചെല്ലുന്ന വീടില് അവർക്ക് ജീവിക്കാൻ വകയുണ്ടോ എന്ന് നോക്കുന്നതിന് വിരോധമില്ല എന്ന് പഠിപ്പിക്കുക കൂടിയാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂൽ ജഹമാണെങ്കിലോ അദ്ദേഹം ഫലാ യളഉ അസ്വാഹു അൻ ആതിഖിഹി, എപ്പോഴും വടി പിടിച്ച് നടക്കുന്ന ആളാ. അയാൾ അടിക്കുന്ന ആളാണ്, പെണ്ണുങ്ങൾ അടിക്കും, ഭാര്യയെ തല്ലാനിടയുണ്ട്. അദ്ദേഹം ഒരു ദേശക്കാരനാ, എപ്പോഴും വടി പിടിച്ച് നടക്കുന്ന ആളാ. ആ അടിക്കുന്ന ആളെ ഫാത്തിമ നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ബിൻതു ഖൈസ്, നിങ്ങൾക്ക് ഞാനൊരു പുതിയാപ്പിളയെ തരാം. ആ പുതിയാപ്പിളയാണ് ഹബീബിന്റെ ഇഷ്ടപ്പെട്ട സുഹാബിയുടെ മകൻ, മഹാനായ സെയ്ദ് ഇബ്നു ഹാരിഥ തങ്ങളുടെ മകൻ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഉസാമ തങ്ങൾ കറുത്ത ആളായിരുന്നു, തൊലി നിറം കറുത്തിട്ടാണ്. വാപ്പയാണെങ്കിലോ യൂറോപ്യരെ പോലെ വെളുത്തിട്ടാണ്. സെയ്ദ് ഇബ്നു ഹാരിഥ തങ്ങൾ നന്നായി വെളുത്ത ശരീരമുള്ള ആളാ. മകനാണെങ്കിലോ നല്ല കറുപ്പാണ്. അതിന്റെ വേറൊരു രസകരമായ ചരിത്രം വേറെയുണ്ട്. ഹബീബിന്റെ മുമ്പിൽ വന്ന് സെയ്ദ് എന്നവര് തന്നെ, പുന്നാര നബിയെ, ഈ വെളുവെളുത്ത ഞാൻ, എന്റെ ഭാര്യയും വെളുത്തവരാണ്, ഉമ്മു ഐമൻ ബറക ബീവി, ഞങ്ങൾക്കുണ്ടായി മകൻ ഇങ്ങനെ കറുപ്പാകുമ്പോ നബി എനിക്കൊരു സംശയം ഇല്ലായികയില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയും മോനും മസ്ജിദിൽ കിടന്നുറങ്ങുമ്പോ ആ കാലുകളിലേക്ക് നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, ബഅ്ദുഹാ മിൻ ബഅദ്, ഈ ഉസാമയുടെ മകൻ ഉസാമ സെയ്ദ് ഇബ്നു ഹാരിഥയുടെ മകൻ തന്നെയാണ് എന്ന് ഹബീബ് വഹി കൊണ്ട് സ്ഥിരീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സെയ്ദ് എന്നവർക്ക് സമാധാനമായത്. ആളുകളും പറയാൻ തുടങ്ങി, ഇങ്ങനെ ഉണ്ടാകുമോ, തീരെ ചേർച്ചയില്ലല്ലോ എന്ന് പറയാൻ തുടങ്ങി. അപ്പോ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കറിയുമോ, നല്ല വെളുത്ത കുതിരക്കൂട്ടങ്ങൾക്കിടയിൽ കറുത്ത കുതിരകളെ കാണാറില്ലേ? അതെങ്ങനെയാ? ഏതെങ്കിലും ഒരു വഴിക്ക്, ഏതെങ്കിലും വാപ്പ വല്ലിപ്പയിലോ അമ്മാവനിലോ അമ്മായിലോ എവിടെങ്കിലും ഉണ്ടാകും. അങ്ങനെ ചില ജനറ്റിക് ഫീച്ചർ കാരണം ഉണ്ടാകുമല്ലോ. തങ്ങൾ പറഞ്ഞു, അത് തന്നെയാണ് ഉസാമയിലും സംഭവിച്ചത്. അവരുടെ വല്ലിപ്പമാരിലോ അവരുടെ മുൻതലമുറയിലോ കഴിഞ്ഞു പോയവരിൽ കറുത്ത നിറമുള്ളവരുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് മകൻ ഇങ്ങനെ കറുത്തുപോയത് എന്ന് നബി തങ്ങൾ ഉസാമ തങ്ങളെ സംബന്ധിച്ച് സെയ്ദ് ഇബ്നു ഹാരിഥ തങ്ങളോട് ഉറപ്പ് കൊടുത്തത് ചരിത്രത്തിൽ വേറെയും അനുഭവം. അൻസാബുകൾ നോക്കുന്ന ഒരു അറാബി വന്നിട്ട് ഉസാമ തങ്ങളുടെയും സെയ്ദ് തങ്ങളുടെയും കാലിലേക്ക് നോക്കിയിട്ട്, ഓ, ഇത് വാപ്പയും മോനും ആണല്ലോ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾക്ക് സന്തോഷമായി എന്നാ. കാരണം തങ്ങളുടെ മുമ്പിൽ വന്ന വിഷയമാണിത്, അത് തങ്ങൾ സ്ഥിരീകരിച്ച വിഷയമാണ്. അത് കാഹിനായൊരു മനുഷ്യൻ കഹാനത്ത് കൊണ്ട് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ അറാഫായൊരു മനുഷ്യൻ പറഞ്ഞത് ഒന്നും ഉണ്ടായിട്ടില്ല, തെളിവായതിന്റെ പേരിലല്ല, പക്ഷേ തങ്ങൾ പറഞ്ഞതിന് ശരിവെക്കുന്നതായല്ലോ എന്നതിൽ ഹബീബിന് സന്തോഷമുണ്ടായത് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇരിക്കട്ടെ,